ഇതുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർമ്മ ന്യൂസ് ബ്രേക്കിംഗ്. തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം മറന്നീക്കി പുറത്തു വരികയാണ്. മുൻപ് യുവതീ പ്രവേശനം തടഞ്ഞ വൈരാഗ്യം, ശബരിമലയുടെ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിന്റെ വൈരാഗ്യം, ഇതിന് സർക്കാർ പ്രതികാരം തീർത്തതാണെന്ന് തന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിലിന്റെ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. 2026 ജനുവരി മാസം 11-ാം തീയതിയാണ് ശബരിമല തന്ത്രിയായിട്ടുള്ള ശ്രീ രാജീവ് കണ്ഠരരെ SIT അറസ്റ്റ് ചെയ്തത്. അതേ ദിവസം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിനകത്ത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ആജ്ഞ നടപ്പാക്കാൻ തന്ത്രി തയ്യാറാവാത്തതുകൊണ്ട് തന്ത്രിയോട് മുഖ്യമന്ത്രിക്ക് വലിയ വിരോധമുണ്ട് എന്നും അക്കാരണത്താലാണ് SITയെ കൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യിച്ചതുമെന്നായിരുന്നു പ്രധാനമായും ഞങ്ങൾ ഉന്നയിച്ച വാദം. രണ്ടാമത്, ആ പത്രപ്രസ്താവനയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 2026 ജനുവരി മാസം 11-ാം തീയതി വരെ പലതവണയും SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പല റിപ്പോർട്ടുകളും കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ ആ ദിവസം വരെ തന്ത്രിക്കെതിരായിട്ടുള്ള യാതൊരുവിധമായ ആരോപണവും ഉന്നയിച്ചില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 100% രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള നിലപാട് ആദ്യമായിട്ട് ഉന്നയിച്ചതും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഉന്നയിച്ചതും വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഇറക്കിയ 92 പേജുള്ള ഉത്തരവിൽ പ്രധാനമായിട്ടും തന്ത്രിക്ക് ജാമ്യം കൊടുത്തതിന്റെ കാരണങ്ങൾ വിശദമാക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാരണങ്ങളും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെച്ച അതേ കാരണങ്ങൾ തന്നെയാണ്. ഒന്ന്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് തന്ത്രിയോട് രാഷ്ട്രീയപരമായ വിരോധമുണ്ട് എന്നുള്ളതും. 2026 ജനുവരി മാസം വരെ ഈ തന്ത്രിക്കെതിരായിട്ട് യാതൊരു വിധമായ തെളിവുകളും SIT ഹാജരാക്കിയിട്ടില്ല, അല്ലെ ശേഖരിച്ചിട്ടില്ല എന്നുമാണ് പറഞ്ഞത്. ഈ 2 ആരോപണങ്ങളും ശരിവെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം കൊടുത്തത്. അതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞ അതേ ആരോപണം എന്ന് വെച്ചാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടി 100% രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള വാദം ശരിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ഒരാളെ രാഷ്ട്രീയപരമായി വേട്ടയാടുക എന്ന് പറഞ്ഞ വളരെ ഹീനമായ പ്രവൃത്തിയാണ്. മറ്റേതെങ്കിലും മതത്തിന്റെ ഒരു ആചാരനെ ഇപ്രകാരം അനാവശ്യമായി അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിലിട്ടിരുന്നുവെങ്കിൽ എപ്രകാരമായിരുന്നു കേരള സമൂഹത്തിലെ ആ സമുദായങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ SIT കാണിക്കരുത്. SIT 100% പരാജയമാണ് എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഉയർത്തിയ അതേ കാര്യങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയും പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്.